ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാര്? മോദി. മോദി ഏത് മോദി? സിന്ധു സന്തോഷ് ഒരു സംഭവമാണ്. നമ്മളെ മോദി എണ്ണനില്ലേ ഇഷ്ടപ്പെടാണ്ടിരിക്കും. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ ചെക്കാലവിളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ആംബുലൻസ് സർവീസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം പണയൽക്കടവിലാണ്. അപ്പോൾ ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് നമ്മളെ വക്കം പാലസോയിലെ സെക്യൂരിറ്റി എൻ്റെ പേര് ഭദ്രണ്ണ. ഞങ്ങളുടെ കൈവശമുള്ളത് നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ ചിറയൻകീഴ് കടക്കാവൂർ വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ആംബുലൻസ് സർവീസാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അറിയത്തില്ല. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നക്ഷത്ര ആംബുലൻസ് സർവീസ് അറിയാലോ. അപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചാലും ഓടി എത്തത്തക്ക എല്ലാവിധ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നേരത്തെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സർവീസാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ജയ് ജവാൻ ജയ് കിസാൻ എന്ന ഒരു മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? വെള്ള ഷർട്ട് ഇട്ടാണ്. മോദി. മോദി ഏത് മോദി? ഉത്തരം കേട്ടു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അറിയില്ല. അറിയത്തില്ല. ഇന്ന് മിണ്ടെങ്കിലും ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ കൈവശം നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അറിയത്തില്ല. ഓക്കെ, മുഖം തരുന്നില്ല. റിജേ, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ സാറ്? അറിയത്തില്ല. റിജയ്ക്ക് അറിയത്തില്ല. ശരി. നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അയ്യോ, ശങ്കരൻ തമ്പിയ. അറിയാമോ? ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചല്ലേ? അറിയാമോ? അറിയത്തില്ല. ഞങ്ങളുടെ കൈവശം നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി സമ്മാനം നേടണം. ചോദ്യം ഇതാണ്: ജയ് ജവാൻ ജയ് കിസാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ ജയ് ജവാൻ ജയ് കിസാന്റെ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? മോദിയാണോ? മോദി. അവരെന്തൊരു അമിത്ഷായെ പറയുന്നു? നരേന്ദ്രമോദി. നരേന്ദ്രമോദി. മോദിയെ കൂടുതൽ ഇഷ്ടമാണല്ലേ? നമ്മളെ മോദി എണ്ണനില്ലേ ഇഷ്ടപ്പെടാണ്ടിരിക്കും. എന്തായാലും നമ്മളെ മോദി എണ്ണനല്ല അത് എഴുതിയത്, വേറെ കുറച്ചുകൂടെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരാളാണ് എഴുതിയത്. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഇല്ല. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഈ ജയ് ജവാൻ ജയ് കിസാന്റെ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ. പക്ഷേ ചേച്ചിയുടെ പേരെന്താ ചേച്ചി? സിന്ധു സന്തോഷ്. സിന്ധു സന്തോഷ് ഒരു സംഭവമാണ്. ചേച്ചിക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? സ്കൂളിൽ പഠിച്ച്. പക്ഷെ ഇന്നത്തെ കുട്ടികളടുത്ത് ചോദിച്ചാൽ പറയൂ ചേച്ചി? ചിലർക്കൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇത് സാറന്മാര് കയ്യിൽ അടിച്ച് പഠിപ്പിച്ച സാധനമല്ലേ ഇപ്പൊ ചേച്ചി മറക്കാൻ അല്ലേ? അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് 1965 ഒരു പ്രസംഗത്തിനിടയിൽ, അന്ന് ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു മരിച്ചതിന് ശേഷം രാജ്യത്തൊരു യുദ്ധമുണ്ടായി. അപ്പോൾ ഒരു ഭക്ഷ്യക്ഷാമവും നേരിട്ടു. അപ്പോൾ കർഷകരെയും
ജവാൻ യുദ്ധമുഖത്ത് നിൽക്കുന്ന ജവാന്മാരെയും പ്രശംസിച്ചുകൊണ്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നൊരു മുദ്രാവാക്യം അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് പിന്നെ നമ്മുടെ രാജ്യം ഏറ്റെടുത്ത ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഞങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സിന്ധു സന്തോഷ് ചേച്ചി ഇവിടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ഇതൊരു ചേച്ചി മുക്ക് ഗാന്ധി മുക്ക്. ഈ തൊഴിലുറപ്പിടത്തിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ആദ്യം തന്നെ ചോദിച്ചപ്പോൾ ചേച്ചി സത്യത്തിൽ എന്നെ ഞെട്ടിച്ചു. ചേച്ചി മുമ്പ് സ്കൂളിൽ പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ നക്ഷത്ര ആംബുലൻസ് സർവീസ് നൽകുന്ന സമ്മാനം ചേച്ചിക്ക് കൈമാറുകയാണ്. സന്തോഷപൂർവ്വം എല്ലാവരും കൈയടിച്ചോ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.